ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പണ്ട് താമസിച്ച ഒരു സ്ഥലത്ത് കൊണ്ടയാണ് ഇന്ന്. കൊണ്ടെന്ന് വെച്ചാൽ ഉത്സവമാണ്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റിലും ത്രില്ലിലും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് വിഘ്നേശ്വരനെ കണ്ടിട്ട് തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഞങ്ങളുടെ അച്ഛൻ, അതായത് ഞങ്ങളുടെ അച്ഛഡാഡി ഇവിടെ 20 വർഷം മുമ്പ് കൊണ്ടുവന്ന് വെച്ചാണ് ഈ വിഗ്രഹം. ഞങ്ങൾ അച്ഛഡാഡിയും അച്ഛയും പിന്നെ അച്ഛമ്മയൊക്കെ താമസിച്ച് ഈ അമ്പലത്തിൻ്റെ അടുത്തുള്ള ഒരു ക്വാർട്ടേഴ്സിലായിരുന്നു. ഇതിൻ്റെ അടുത്തൊരു ടീ ഫാക്ടറി ഉണ്ട്. അവിടെയായിരുന്നു ഞങ്ങൾ അച്ഛഡാഡിക്ക് ജോലി. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ രാവിലെ വരുമ്പോൾ തന്നെ ഇവിടെ മരമൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട് തീച്ചാട്ടത്തിനുള്ള. അപ്പോൾ തീച്ചാട്ടമെന്നും പറയും, കനലാട്ടമെന്നും പറയും. ഇവിടെ കൂടുതലും കന്നഡയാണ്. അപ്പം ഇവിടെ ഉള്ളവരൊക്കെ കൊണ്ടെന്ന് പറയാറ്. ഇപ്പോൾ ഈ മരമൊക്കെ ഇനി രാത്രി ആകുമ്പോൾ ഫുള്ളും അടുക്കി തീരും. അപ്പോൾ രാത്രിയിലത്തെ വിഷ്വൽസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ഇന്ന് രാവിലെ പറഞ്ഞായിരുന്നല്ലോ കനലാട്ടം. അപ്പോൾ അതിൻ്റെ തീ കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഞങ്ങൾ ഈ വർഷം കൂടി ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ ലാസ്റ്റത്തെ ഉത്സവമാണ്. അപ്പം അച്ഛൻ ഇവിടെ കൂടാൻ വന്നിട്ടുണ്ടായിരുന്നു ഉത്സവം. അപ്പം മഞ്ഞൾ നീരാട്ടമൊക്കെ കഴിഞ്ഞിട്ട് വളരെ ഭക്തിയോടെയാണ് ഇവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം നാളെ രാവിലെ മഞ്ഞൾ നീരാട്ടം കഴിഞ്ഞിട്ടാണ് ഇവർ കനലാട്ടത്തിന് പോവുക. അപ്പം നമുക്കിനി തീ കൊടുക്കുന്നതാണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. നമ്മൾ രാവിലെ കാണുമ്പോൾ പകുതി അടുക്കി തീർന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഫുള്ളും അടുക്കി തീർന്നു. ഇനി ഇതിന് വന്നിട്ട് അവർ തീ കൊളുത്തും. ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ ഈ കുട ഇതൊക്കെ. അപ്പോൾ ഇവർ ഓരോ ദൈവത്തിനെ സങ്കല്പിച്ചിട്ടാണ് ഇവരിങ്ങനെ തുള്ളുന്നത്. ശിവനും പാർവതി അവരെയൊക്കെ. അപ്പോൾ ഓരോ കുടയ്ക്കും അങ്ങനത്തെ ഒരു പ്രത്യേകതയാണ്. പ്രതിഷ്ഠ ശിവനാണ്. ഇവർ പറയുന്നത് മണ്ടേശ്വരൻ എന്നാണ്.
ഞാൻ ആദ്യം കാണിച്ച ഗണപതിൻ്റെ അപ്പുറത്ത് തന്നെയുണ്ട് സർപ്പപ്പുറ്റ്. അപ്പം ഇപ്പോഴും അവിടെ സർപ്പമുണ്ട്. ഫ്രണ്ട്സ്, അങ്ങനെ തീ കൊളുത്തിയിട്ടുണ്ട്. ഇനി ഇത് രാവിലെ വരെ കത്തും. രാവിലെ ആകുമ്പോൾ കനലാവുക. അപ്പം മഞ്ഞൾ നീരാട്ടമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വന്നിട്ട് ഇവർ കനലാട്ടം ചെയ്യും. നല്ല രസമുണ്ട് കാണാൻ. പക്ഷെ നല്ല ചൂടാണ് അതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ. അപ്പം അങ്ങനെ തീ കൊളുത്തിയിട്ടുണ്ട്. ഇനി ഇവരുടെ മനസ്സിലുള്ള ദൈവങ്ങളെ അകത്ത് കൊണ്ടുപോയി അമ്പലത്തിനകത്ത് വെക്കും.
ഫ്രണ്ട്സ് ഞങ്ങൾ അങ്ങനെ ഗംഗച്ചേനെയും അമ്പിളിയമ്മേനെയും കുട്ടിച്ചേട്ടനെയൊക്കെ കണ്ടു. അപ്പോൾ ഞങ്ങൾ കുറേ പേരെ കണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എല്ലാ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഞങ്ങളെയും കൂടെ വിളിക്കുക. ഞാൻ മൊട്ടടിച്ചു. പോരില്ല മൊലാളി ഫ്രണ്ട്സ് പിന്നെ ഇപ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ എത്തി. അപ്പോൾ ഇനി കനലാട്ടമാണ്. നിങ്ങളപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ. വാ ഇങ്ങോട്ട് വാ, മജയ്ക്ക് വന്നല്ലോ. അനസാക്ക് അങ്ങനെ മഞ്ഞൾ നീരാട്ടം കഴിഞ്ഞ് അവർ വരുന്നുണ്ട്. എല്ലാവരും ആകാംക്ഷയോടെ ഇരിക്കുവാണ്. ഫ്രണ്ട്സ് നിങ്ങൾ കണ്ടോ? ഒരു മിനിറ്റ് കാണിച്ചില്ലേ? കണ്ടോ ഫ്രണ്ട്സ്, നിങ്ങൾ കണ്ടോ? അവർ കൈമച്ചാണ് കനൽ വാരി എടുക്കുന്നത്. ഇനി അവരെല്ലാവരും കൂടെ വന്നിട്ട് കനലിൽ ഇങ്ങനെ നടക്കും. ഫ്രണ്ട്സ് ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ നോയമ്പ് കറക്റ്റായിട്ട് എടുത്തില്ലെങ്കിൽ കാല് പൊള്ളുമെന്നാണ് ഇവരുടെ വിശ്വാസം. പിന്നെ ഫ്രണ്ട്സ് ഞങ്ങൾ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടൊക്കെയാണ് വന്നത്.
ഫ്രണ്ട്സ്, ഇതാണ് ഞങ്ങൾ പണ്ട് താമസിച്ച സ്ഥലം. അച്ഛക്ക് ഇവിടെയാണ് ജനിച്ച് വളർന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ വരുന്നതാണ്. അപ്പോൾ അച്ചുഡാഡിക്ക് ഈ ക്വാർട്ടേഴ്സിൻ്റെ അടുത്തായിരുന്നു ജോലി, ഫാക്ടറിയിലായിരുന്നു. റൈറ്റ് സൈഡിൽ കാണുന്നതായിരുന്നു ഞങ്ങളുടെ ക്വാർട്ടേഴ്സ്. ഞങ്ങളെ തൊട്ടടുത്ത് താമസിച്ച ഒരു വീട്ടിലേക്കാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. പിന്നെ ഇത് നിങ്ങൾ നാട്ടിൽ തന്നെ പോകട്ടെ. അമ്മ പറഞ്ഞു അടുത്ത മാസം എന്റെ ഇവിടെ അന്നദാനം ഫ്രണ്ട്സ്, ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമുക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നാളെ ഒരു കേക്ക് കൊടുക്കാം. എന്താന്ന് വെച്ചാൽ എനിക്ക് 2K സബ്സ്ക്രൈബേഴ്സ് ആവാറായി. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് 2K ആവുള്ളൂ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ചിലവർക്ക് അറിയാവുന്ന തോന്നുന്നു, ഞാൻ ഡെയിലി ഷോർട്സ് ഇടാറുണ്ട്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞാണ്. ഞാൻ എല്ലാ ദിവസവും ഞാൻ ഇപ്പോൾ ഷോർട്സ് ഇടുന്നുണ്ട്. അപ്പോൾ കാണാത്തവർ ഇപ്പോൾ തന്നെ പോയി ഷോർട്സ് കാണണം. പിന്നെ കമൻറ്റ് ഇടാൻ മറക്കരുത്, പ്ലീസ് കമൻറ്റ് ഇടണം. പിന്നെ ലൈക്കും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടെ ബെൽ ഐക്കൺ അമർത്തുക. ബൈ ബൈ.